ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. 1723 സ്കോട്ട്ലൻഡിൽ ജനനം. സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിച്ചു. പ്രസിദ്ധമായ സിദ്ധാന്തം ലെയ്സസ് ഫെയറി. സർക്കാരില്ലെങ്കിലും സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ അഭാവത്തിലും സമ്പദ് വ്യവസ്ഥ നന്നായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്, ഹിസ്റ്ററി ഓഫ് ആസ്ട്രോണമി. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും, ഡെവലപ്ഡ് നേഷൻസ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ്. സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളെ വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വികസിത രാജ്യങ്ങൾ ഡെവലപ്ഡ് നേഷൻസ് ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന പ്രതിശീർഷ വരുമാനവും ഉയർന്ന സാങ്കേതിക വിദ്യയും അതിലധിഷ്ഠിതമായ വ്യവസായങ്ങളും ഉള്ള രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്ന് പറയാം. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങൾ വരുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. അമേരിക്ക, ജപ്പാൻ, കാനഡ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ ഇതെല്ലാം വികസിത രാജ്യങ്ങൾ. ഏഷ്യയിലെ വികസിത രാജ്യങ്ങളാണ് സിംഗപ്പൂരും ജപ്പാനും. വികസ്വര രാജ്യങ്ങൾ ഡെവലപ്പിംഗ് നേഷൻസ് ഉയർന്ന ജനസംഖ്യാ വളർച്ചയും താഴ്ന്ന പ്രതിശീർഷ വരുമാനവും താരതമ്യേന കുറഞ്ഞ ജീവിത നിലവാരവും കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയുമുള്ള രാജ്യങ്ങളെ വികസ്വര രാജ്യങ്ങളെന്ന് വിളിക്കാം. ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഇതൊക്കെ വികസ്വര രാഷ്ട്രങ്ങളാണ്. അവികസിത രാജ്യങ്ങൾ എന്നൊരു പട്ടിക ഇപ്പോൾ ഇല്ല. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജനനം 1723 സ്കോട്ട്ലാൻഡ്. സാമ്പത്തിക ശാസ്ത്രത്തിനെ സമ്പത്തിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിദ്ധാന്തം ലെയ്സസ് ഫെയറി. അതിലെന്താണ് പറയുന്നത്? സർക്കാരിൻ്റെ ആബ്സെൻസിലും സമ്പദ് വ്യവസ്ഥ നന്നായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്, ഹിസ്റ്ററി ഓഫ് ആസ്ട്രോണമി. സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ലോകരാജ്യങ്ങളെ തിരിക്കാം. വികസിത രാജ്യവും വികസ്വര രാജ്യവും. വികസിത രാജ്യം എന്ന് പറയുന്നത് ഡെവലപ്ഡ് നേഷൻസ്, ഉയർന്ന ജീവിത നിലവാരം, പ്രതിശീർഷ വരുമാനം, സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉൾപ്പെടുന്ന വ്യവസായങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ വരുന്ന ഭൂഖണ്ഡം യൂറോപ്പാണ്. അമേരിക്ക, ജപ്പാൻ, കാനഡ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ ഇതെല്ലാം വികസിത രാജ്യങ്ങളാണ്. ഏഷ്യയിൽ വരുന്നത് സിംഗപ്പൂരും ജപ്പാനും. വികസ്വര ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉയർന്ന ജനസംഖ്യാ വളർച്ചയും എന്നാൽ താഴ്ന്ന പ്രതിശീർഷ വരുമാനം, താരതമ്യേന കുറഞ്ഞ ജീവിത നിലവാരം, കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയുള്ള രാജ്യങ്ങളാണ് വികസ്വര രാജ്യങ്ങൾ. ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഇതൊക്കെ വികസ്വര രാഷ്ട്രങ്ങളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ.